ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷസ് ഡ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് കർക്കിടകം സ്പെഷ്യൽ ഉലുവലേഹ്യമാണ്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഉലുവ നടുവേദനയ്ക്കും കഴുത്തുവേദന, പുറം വേദന, സന്ധിവേദന, കൊളസ്ട്രോൾ എന്നിവക്കൊക്കെ വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് പ്രസവരക്ഷാ മരുന്നായിട്ടും മുലപ്പൽ വർദ്ധിക്കാനുമൊക്കെ ഉലുവലേഹ്യം കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ എല്ലുകൾക്കും പല്ലുകൾക്കും ബലം നൽകാനും രോഗപ്രതിരോധ ശേഷിക്കും ഹോർമോൺ ബാലൻസ് ചെയ്യാനും ദേഹപുഷ്ടിക്കും ശരീര സൗന്ദര്യത്തിനും രക്തക്കുറവിനുമൊക്കെ ഈ ഉലുവലേഹം കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ ഈ ലേഹ്യം ഒട്ടും കയ്പില്ലാതെയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഈ ഉലുവലേഹം ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് ഉലുവയാണ്. ഞാനിവിടെ 1/2 കപ്പ് ഉലുവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഈ ഉലുവ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതൊരു 6 മണിക്കൂർ നേരം കുതിർന്ന് കിട്ടാനായിട്ട് വെള്ളത്തിലിട്ട് വെക്കുക. ഞാനിവിടെ ഈ ഉലുവ ഓവർനൈറ്റ് ആയിരുന്നു കേട്ടോ കുതിർന്ന് കിട്ടാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്നത്. ഇപ്പോൾ ഈ ഉലുവ നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഈ ഉലുവ വേവിച്ചെടുക്കാനായിട്ട് ഇതൊരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഉലുവ വേവിച്ചെടുത്ത വെള്ളത്തോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ഞാനിത് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 2 തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ 1-ാം പാൽ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ഈ 2-ാം പാലിൽ നിന്നും പകുതി ഈ ഉലുവ വേവിച്ചെടുക്കാനായിട്ട് ഈ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഉലുവ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം കേട്ടോ ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം, അതായത് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുക. നിങ്ങളിതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കരുത് കേട്ടോ, ഇതുപോലെ മുഴുവൻ കുരുമുളക് തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 250 ഗ്രാം കുഞ്ഞുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുഞ്ഞുള്ളി പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും മഴക്കാല രോഗങ്ങളായ ജലദോഷം, ചുമ, തൊണ്ടവേദന എന്നിവയെ പ്രതിരോധിക്കാനും രക്തശുദ്ധിക്കും ദഹനത്തിനുമൊക്കെ ഉലുവലേഹത്തിൽ കുഞ്ഞുള്ളി ചേർക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടി പ്രതിരോധശേഷിക്കും അണുബാധയെ ചെറുക്കാനും ശരീരത്തിലുണ്ടാകുന്ന നീർവീക്കവും വേദനയും കുറക്കാനും രക്തശുദ്ധിക്കും ദഹനത്തിനുമൊക്കെ നല്ലതാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 5-6 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. 6 വിസിലിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. കണ്ട ഉലുവയും കുഞ്ഞുള്ളിയുമൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ചൂടാറി വന്നതിന് ശേഷമാണ് നമ്മളിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് ചൂടാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും ബദാമും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ശരീരത്തിന് നല്ല കരുത്തും സ്റ്റാമിനയും ഒക്കെ കിട്ടാൻ ബദാമും അണ്ടിപ്പരിപ്പൊക്കെ ഈ ലേഹത്തിൽ ചേർക്കുന്നത് നല്ലതാണ്. അതുപോലെ ഇതിലടങ്ങിയിരിക്കുന്ന നല്ല കൊഴുപ്പ് ചർമ്മം വരളുന്നത് തടയാനും സഹായിക്കും. അതുമല്ല ഈ ലേഹം കഴിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഈ നട്ട്സൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പം ഞാനിത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറി വന്നതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം. ഇതൊരുപാട് അങ്ങോട്ട് പൊടിച്ചെടുക്കരുത് കേട്ടോ, ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പനഞ്ചക്കരയൊന്ന് ഉരുക്കിയെടുക്കാം. ഞാനിതിലേക്ക് 1/2 കിലോ പനഞ്ചക്കര, അതായത് കരിപ്പെട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ കരിപ്പെട്ടി പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ കരിപ്പെട്ടി നല്ലതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കുക. ഇനി നിങ്ങളുടെ അടുത്ത് കരിപ്പെട്ടി ഇല്ലെങ്കിൽ അപ്പോൾ സാധാരണ ശർക്കര എടുത്താലും മതി. ലേഹ്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ സാധാരണ ശർക്കര ചേർക്കുന്നതിനേക്കാളും കരിപ്പെട്ടി ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കരിപ്പെട്ടി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക കേട്ടോ. ഇപ്പോൾ ഈ കരിപ്പെട്ടി നല്ലതുപോലെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ വേവിച്ചെടുത്ത ഉലുവ നല്ലതുപോലെ ചൂടാറി വന്നതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കുക. ഞാനെടുത്ത ജാറ് ചെറിയ ജാറായതുകൊണ്ട് ഞാനിത് 2 ബാച്ചായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. ഇപ്പം ഞാൻ ഈ ഉലുവ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഉലുവ അരച്ചെടുക്കുമ്പോൾ ചെറിയ തരിയൊക്കെ ഉണ്ടായാലൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ.
ഇനി ഇതുപോലത്തെ ഒരു ഉരുളിയോ അല്ലെങ്കിൽ ചുവട് കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരച്ചെടുത്ത ഉലുവയുടെ പേസ്റ്റ് ഇല്ലേ, അത് ഈ ഉരുളിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് ഒരു 15 ഈന്തപ്പഴം കുരുവൊക്കെ കളഞ്ഞിട്ട് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തെടുത്തിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഈന്തപ്പഴം അരച്ചെടുക്കുന്നത് നമ്മൾ നേരത്തെ മാറ്റിവെച്ച തേങ്ങയുടെ 2ാം പാലില്ലേ, അത് ചേർത്ത് കൊടുത്തിട്ടാണ്. ഇനി ഈ ഈന്തപ്പഴം നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് ഈ അരച്ചെടുത്ത ഉലുവയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഉലുവയ്ക്ക് ചെറിയൊരു കയ്പ്പുണ്ടാകും. അപ്പോൾ ആ കയ്പ്പില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് ഈന്തപ്പഴം ചേർത്ത് കൊടുക്കുന്നത്. അതുമല്ല നമുക്ക് നല്ല ഊർജ്ജം കിട്ടാനും ഇതിൽ ധാരാളം അയൺ ഉള്ളതിനാൽ വിളർച്ച തടയാനും ദഹനത്തിനും ശരീരപുഷ്ടിക്കും ശരീരത്തിന് നല്ല ബലം കിട്ടാനുമൊക്കെ ഈന്തപ്പഴം ചേർക്കുന്നത് നല്ലതാണ്. ഇപ്പം നമ്മൾ വേവിച്ചെടുത്ത ഉലുവ മുഴുവനായിട്ടും അരച്ചെടുത്തിട്ട് ഞാൻ ഈ ഉരുളിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സ്പ്രൗട്ടഡ് റാഗി പൗഡർ, അതായത് മുളപ്പിച്ച റാഗി പൗഡറാണ്. മുളപ്പിക്കാത്ത റാഗിയേക്കാൾ മുളപ്പിച്ച റാഗിയിൽ കാൽസ്യത്തിൻ്റെ അളവ് 20% കൂടുതലാണ്. അതുകൊണ്ട് തന്നെ റാഗി കഴിക്കുന്നത് നമ്മുടെ എല്ലിനും പല്ലിനുമൊക്കെ നല്ലതാണ്. ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനും മുടിക്കും ഒക്കെ റാഗി കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ ഇതിൽ ധാരാളം അയൺ ഉള്ളതിനാൽ വിളർച്ചയുള്ളവർക്ക് ഹിമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനും മുലയൂട്ടുന്ന അമ്മമാർക്ക് പാലുണ്ടാവാനും ഒക്കെ റാഗി കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് കൂവപ്പൊടി, അതായത് ആരോ റൂട്ട് പൗഡറാണ്. കൂവപ്പൊടി ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനും ദഹന വ്യവസ്ഥയെ ശാന്തമാക്കാനും ഒക്കെ സഹായിക്കും. ഇപ്പം നിങ്ങളിൽ ചിലർ വിചാരിക്കുന്നുണ്ടാവും ഈ മഴക്കാലത്ത് കൂവപ്പൊടി ചേർക്കാൻ പറ്റുമോ, അത് തണുപ്പല്ലേന്ന്. നമ്മളിതിൽ തണുപ്പിനെ പ്രതിരോധിക്കാൻ ആവശ്യമായ ചൂടുള്ള ചേരുവകളായ ചുക്കും കുരുമുളകും കുഞ്ഞുള്ളിയും മഞ്ഞൾപ്പൊടിയും നെയ്യും കരിപ്പെട്ടിയും ഒക്കെ ചേർക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് 1/2 കപ്പ് റാഗി പൗഡറും 1/4 കപ്പ് കൂവപ്പൊടിയുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഉലുവലേഹത്തിന് ഒട്ടും കയ്പുണ്ടാവില്ല, ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ കിട്ടുകയും ചെയ്യും, നല്ല ടേസ്റ്റും ആയിരിക്കും. ഇപ്പം ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉലുവ വേവിച്ചെടുത്തപ്പോൾ മാറ്റി വെച്ച ബാക്കിയുള്ള 2ാം പാലില്ലേ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കിയെടുത്ത കരിപ്പെട്ടി ചേർത്ത് കൊടുക്കുക. കരിപ്പെട്ടി ചേർത്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ നരിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ കല്ലും മണ്ണൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ കല്ലും മണ്ണൊക്കെ ഒന്ന് പോയി കിട്ടാനാണ് ഇതുപോലെ അരിച്ച് ചേർത്ത് കൊടുക്കുന്നത്. കരിപ്പെട്ടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് കട്ടയൊന്നും കെട്ടാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കുക. പ്രസവിച്ച സ്ത്രീകൾക്ക് മുലപ്പാൽ വർദ്ധിക്കാനും പ്രസവരക്ഷാ മരുന്നായിട്ടുമൊക്കെ ഈ ഉലുവലേഹം കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ ശരീരത്തിന് നല്ല കരുത്ത് കിട്ടാനും വിളർച്ച പോലുള്ള പ്രശ്നങ്ങൾ മാറാനും ദേഹപുഷ്ടിക്കും ശരീര സൗന്ദര്യത്തിനുമൊക്കെ ഉലുവലേഹം കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഇതിൽ ശർക്കരപ്പാനിയൊക്കെ വറ്റിയിട്ട് നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് തേങ്ങയുടെ 1ാം പാൽ ചേർത്ത് കൊടുക്കുക. 1ാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷവും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഉലുവ അരച്ചെടുക്കുമ്പോഴും കരിപ്പെട്ടി ഉരുക്കിയെടുക്കുമ്പോഴൊക്കെ കുറഞ്ഞ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. വെള്ളം കൂടിപ്പോയാൽ നമുക്കിതിലെ വെള്ളം വറ്റിച്ചെടുക്കാൻ ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ വെള്ളം കൂടിപ്പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുക. നമ്മളിതിലേക്ക് മൊത്തത്തിൽ 6 ടേബിൾ സ്പൂൺ ഗീയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ 6 ടേബിൾ സ്പൂൺ ഗീയും ഒരുമിച്ച് ചേർത്ത് കൊടുക്കാതെ ഓരോ ഘട്ടമായിട്ട് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ഗീ ചേർത്ത് കൊടുത്തിട്ട് ഈ ലേഹം നല്ലതുപോലെ തിക്കാക്കിയിട്ടെടുക്കുക. ഗീ ചേർത്ത് കൊടുക്കും തോറും നമുക്ക് ഈ ലേഹം പെട്ടെന്ന് തന്നെ തിക്കായിട്ട് കിട്ടും. ഇപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ ലേഹം നല്ലതുപോലെ ഒന്ന് തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വീണ്ടും ഗീ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കുക. അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇപ്പോൾ ഇത് അത്യാവശ്യം തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്തെടുത്ത ബദാമും അണ്ടിപ്പരിപ്പില്ലേ, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ബദാമും അണ്ടിപ്പരിപ്പൊക്കെ ഇതുപോലെ ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ലേഹം കഴിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പോൾ ഇതൊന്നും കൂടി തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കയും ചുക്കുപൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്.
ഞാനൊരു 5-6 ഏലക്കയും കുറച്ച് പഞ്ചസാരയും കൂടി കൂട്ടി പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ചുക്കുപൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചുക്കും ഏലക്കപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ലേഹത്തിന് നല്ലൊരു ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഈ ലേഹം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ പോലും ഇഷ്ടത്തോടെ കഴിച്ചോളും. ഇപ്പം നമ്മുടെ ലേഹം നല്ലതുപോലെ തിക്കായി നല്ലൊരു ബ്ലാക്ക് കളറിലായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉലുവ ലേഹം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ലേഹത്തിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതുപോലെ ഗീയൊക്കെ തെളിഞ്ഞു വരും. അപ്പോൾ ഈ ഒരു രീതിയിലാവുന്നത് വരെ ഇത് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. പൊതുവേ ഉലുവ ലേഹത്തിന് ചെറിയൊരു കയ്പ്പുണ്ടാകും. നമ്മളിതിൽ റാഗിപ്പൊടിയും കൂവപ്പൊടിയും കുഞ്ഞുള്ളിയും ഒക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് ഈ ഉലുവ ലേഹത്തിന് ഒട്ടും തന്നെ കയ്പ്പില്ല. നമ്മൾ ഈ ലേഹം കൈകൊണ്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കുമ്പോൾ ഇതുപോലെ ആയി കിട്ടണം. എന്നാൽ മാത്രമേ ഇത് കേടുകൂടാതെ ഒരുപാട് നാൾ സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി ഇത് നല്ലതുപോലെ ചൂടാറി വന്നതിന് ശേഷം എയർ ടൈറ്റുള്ള വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇല്ലാത്ത ഒരു ഗ്ലാസിൻ്റെ ജാറുകളിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുക. അതുപോലെ ഈ ലേഹം എടുക്കുന്ന സ്പൂണിൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. എന്നാലേ നമുക്കിത് ഒരുപാട് നാൾ കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ഈ ലേഹം നല്ലതുപോലെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു എയർ ടൈറ്റുള്ള ഗ്ലാസിൻ്റെ ജാറുകളിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉലുവ ലേഹം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്